ശ്രീ ജോർജ് പൊടിപ്പാറ, ഒരു പക്ഷേ ഈ ചർച്ചയിലേക്കടക്കം CPIM-ന്റെ പ്രതിനിധികളെ നൽകുന്നുണ്ടോ എന്ന് അവരുടെ സെന്ററുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ നൽകിയത് വിചിത്രമായൊരു മറുപടിയാണ്. ഞങ്ങൾ ഇതുവരെയും ഈ വിഷയത്തിലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ്. പറഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല, പറഞ്ഞവരെ തിരുത്താനും അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ ജി സുധാകരനെ പോലെയുള്ള നേതാവ്, അവിടെ ഈ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വനവാസം സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ പറയേണ്ടത് കൊള്ളുന്ന രീതിയിൽ, അത് കവിതയിലൂടെയോ വാക്കുകളിലൂടെയോ ലേഖനത്തിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ ഒക്കെ പറയാറുണ്ട്. മാധ്യമങ്ങളോടും അത്തരത്തിൽ പ്രതികരിക്കുന്ന ആളാണ്. അപ്പോൾ സുധാകരന് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്, ഒരു ജനകീയതയുണ്ട്. അതിനെ CPIM-ന്റെ നേതൃത്വം ഭയക്കുന്നുണ്ടോ താങ്കളുടെ നിരീക്ഷണത്തിൽ? ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പാർട്ടി ഔദ്യോഗികമായിട്ട് ഒരു പ്രതിനിധിയെ അയക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതൊരു വിവാദമാക്കി മാറ്റാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി പാർട്ടിയുടെ ഒരു അഭിപ്രായ പ്രകടനത്തിനോ ഒന്നും അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും മിനിമം നമുക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യം. പാർട്ടി അതിനെ പിന്തുണയ്ക്കുന്നില്ല. ഈ സൈബർ ഘട്ടങ്ങളിൽ പോരാളികൾ മുന്നോട്ട് വെച്ച വാദങ്ങളോട് പാർട്ടി അതിനെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സുധാകരനെ ന്യായീകരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിലുള്ള കൺമുന്നിലുള്ള യാഥാർത്ഥ്യം. അതെ, ഇവിടെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്ത് ശ്രീ ജയചന്ദ്രനെയാണ്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഇത്, അതായത് കുരുട്ടു ബുദ്ധികളുടെ ഒരു മനസ്സാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയുമ്പോൾ, സാധാരണഗതിയിൽ അദ്ദേഹം പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു, സുധാകരൻ ആരെന്നും എന്തെന്നും മനസ്സിലാക്കാനാവാത്ത, സുധാകരൻ ഈ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്ക് കൊടുത്ത സംഭാവനകൾ എന്തെന്നറിയാത്ത, സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഇപ്പോ ശ്രീ ഉമേഷ് ബാബു കൃത്യമായി പറഞ്ഞതുപോലെ പാർട്ടിക്ക് അപ്പുറത്ത്, പാർട്ടിയുടെ ആ ഒരു പരിവട്ടത്തിന് അപ്പുറത്തും മലയാള സമൂഹത്തോട് സംവദിക്കാനും അവരുടെ മനസ്സിൽ നിൽക്കാനും അവരുടെ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളാനും കഴിയുന്ന ചുരുക്കം മനുഷ്യരിൽ ഒരാളാണ് ജി സുധാകരൻ. അദ്ദേഹം വലിയ ബുദ്ധിജീവിയോ അല്ലെങ്കിൽ വലിയ വലിയ പദവികൾ, അദ്ദേഹം ഇടയ്ക്കുന്ന മന്ത്രിയായി, പലവട്ടം MLA ആയി എന്നതിനപ്പുറത്ത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നും അല്ലെങ്കിൽ അദ്ദേഹം എത്തിയിട്ടില്ല. പക്ഷേ ജി സുധാകരന് കേരളത്തിന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലുമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരുടെ മനസ്സിലുമുണ്ട്. അദ്ദേഹം സത്യത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന, നാളെ എനിക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ച് സ്വന്തം അഭിപ്രായങ്ങളെ ഇന്നേ രൂപപ്പെടുത്തി നാളേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളല്ല. മറിച്ച് മനസാക്ഷിയുടെ സ്വരം കേൾക്കുകയും ആ മനസാക്ഷിക്ക് അനുസരിച്ച് സംസാരിക്കാനുള്ള ആർജവം കാണിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ്. ചുരുക്കം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ് എന്ന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാം. കാരണം ഇന്ന് നാം കാണുന്ന ഭൂരിപക്ഷം പേരും അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മനുഷ്യന്റെയൊക്കെ പ്രസക്തി ഏറ്റവും നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അതുകൊണ്ട് എന്റെ സുഹൃത്ത് കോൺഗ്രസിലെ ശ്രീ ബസന്ത് പറഞ്ഞ, അദ്ദേഹം അനാഥന ആകില്ല എന്ന് പറയുന്നത് അദ്ദേഹം വേറൊന്നും എന്റെ ചുവട് പിടിച്ച്, അതായത് ശശി തരൂരിനെതിരെ ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഉണ്ടായ സമയത്ത് ആ പ്രസ്താവനയുടെ പേരിൽ ശശി തരൂരിന് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹം അനാഥനാവില്ല എന്ന് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞതിന്റെ ഒരു ചുവട് പിടിച്ചുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. അല്ല, അതിനപ്പുറത്തേക്കൊന്നും അല്ല. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ഇന്നലത്തെ പ്രസംഗത്തിലും പറഞ്ഞു, ഞാൻ പാർട്ടിക്കെതിരല്ല, പാർട്ടിക്കെതിരായിട്ട് ഞാൻ ഒന്നും സംസാരിക്കില്ല, ഞാൻ ഇപ്പോഴും അച്ചടക്കമുള്ള പാർട്ടിക്കാരൻ തന്നെയാണ്, പാർട്ടിക്കാരനായതിനു ശേഷം ഞാൻ മറ്റെന്തോ ആകുന്നുള്ളൂ എന്ന് പറയാനുള്ള ആർജവും അദ്ദേഹം ഇപ്പോൾ വെറും ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിട്ട് പോലും അദ്ദേഹത്തിന് ഈ പാർട്ടിയെ തള്ളി പറയാൻ അല്ലെങ്കിൽ ഈ പാർട്ടിക്കെതിരെ എതിരാളികൾക്ക് ആയുധമാകുന്ന രീതിയിലുള്ള പരസ്യ പ്രസ്താവനകളിലേക്ക് അദ്ദേഹം പോകുന്നില്ല. പോകാതിരുന്നിട്ടും അദ്ദേഹത്തെ കുറിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കൾ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ, അദ്ദേഹം പാർട്ടിക്കെതിരായി എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ പ്രതികരണം? അദ്ദേഹത്തെ എങ്ങനെയൊക്കെ വറുത്ത് കോരുമായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത്. അവിടെയാണ് ശ്രീ ജോർജ് പൊടിപ്പാറ ഞാനിന്ന് ഇടപെട്ട് ചോദിക്കുന്നത്. സാധാരണ നിലയിൽ ഈ സൈബർ അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തരം കടന്നൽ കൂട്ടങ്ങളായി അവർ മാറാറുണ്ട്. ഈ കടന്നൽ കൂട്ടങ്ങളുമായി പാർട്ടിക്കൊന്നും ബന്ധമില്ല എന്ന് പറയുമ്പോഴും ആ സ്രോതസ് എന്താണ് എന്നതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാവുന്ന ഒന്നാണ്. ഇവിടെ ഈ ആക്രമണത്തെ, അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇതിപ്പോൾ CPIM-ലാണ് എങ്കിൽ പോലും ചില പ്രാദേശികമായ വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള ഒരു പ്രദേശത്ത് അത് നമുക്കറിയാം, രാഷ്ട്രീയം അറിയാവുന്നവർക്ക് വളരെ കൃത്യമായി അറിയാം. അത്തരം ആക്രമണങ്ങളാകാം ഇത് എന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്ത്
കൃത്യമായി, അതായത് പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർട്ടിയെ വിമർശിക്കുന്ന, ഞാൻ ആ സംഭവങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലെ സംസ്ഥാന സമ്മേളനത്തിൽ എത്തി നിൽക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന വിമർശനങ്ങൾ, ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷമൊക്കെ രൂപപ്പെട്ടു വന്ന ഒരു സ്വഭാവവും നമുക്കറിയാം. ആ കമ്മിറ്റികളുടെ സ്വഭാവം നമുക്കറിയാം. പാർട്ടി ചിലരിലേക്കൊക്കെ കേന്ദ്രീകരിക്കുന്നു എന്ന വിമർശനമൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ മറ്റെവിടെയും കാണാത്ത ഒരു അസഹിഷ്ണുതയാണ് പലരോടും നേരത്തെ അങ്ങനെയെങ്കിൽ കാണിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഈ വിദേശ സർവകലാശാല വരുന്നുണ്ടല്ലോ. ഈ വിദേശ സർവകലാശാല വരുമ്പോൾ നമുക്കറിയാം അവിടെ പുഷ്പനെ പോലെയുള്ള രക്തസാക്ഷികളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പിന്നീട് സർവകലാശാല വരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഇപ്പോൾ പാർട്ടിയുടെ വലിയ നേതാക്കളായി മാറുന്നുണ്ട്. അവിടെയൊന്നുമില്ലാത്ത, ഞാൻ ഏറ്റവും അടുത്തുള്ളൊരു സംഭവം മാത്രം ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ്. അവിടെയൊന്നുമില്ലാത്ത ഒരു കടന്നലാക്രമണം എന്തുകൊണ്ട് എന്നുള്ളതാണ്. അഭിലാഷ്, ഇതിൽ അടിസ്ഥാനപരമായിട്ട് സുധാകരൻ ഏറ്റവും അനഭിമതനാകുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ. അദ്ദേഹം ഒരു പിണറായിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു പിണറായി ഭക്തനുമല്ല. പിണറായിക്ക് അപ്പുറമാണ് കമ്മ്യൂണിസം എന്നും താൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമെന്നും അതൊരു വ്യക്തിയെ കേന്ദ്രീകൃതമല്ല. അത് ലോകം കണ്ട ഏറ്റവും വലിയ ഐഡിയോളജിയാണ്, ഏറ്റവും വലിയ മാനവികതയിൽ അധിഷ്ഠിതമായ ഒരു സംഹിതയാണ്, തത്വസംഹിതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ഏതെങ്കിലും വ്യക്തിയെ കണ്ടിട്ടോ ഏതെങ്കിലും വ്യക്തിയോടുള്ള വീരാരാധന കൊണ്ടോ കമ്മ്യൂണിസത്തിലേക്ക് വന്ന ഒരാളല്ല ജി സുധാകരൻ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയത് അദ്ദേഹത്തിന് മറ്റൊന്നും ആകാൻ കഴിയാത്തത് കൊണ്ടാണ്. പണ്ട് MTയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ എഴുതുന്നത്? എഴുതാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് എന്നായിരുന്നു MT വാസുദേവൻ നായർ കൊടുത്ത ഉത്തരം. എന്തുകൊണ്ട് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആയി എന്ന് ജി സുധാകരനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഉത്തരം മറ്റൊന്നും ആകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് അല്ലാതെ മറ്റൊന്നും ആകാൻ കഴിയാത്തത് കൊണ്ട്. അല്ലാതെ അദ്ദേഹത്തിന് ഭക്തിയോ ആരാധനയോ അല്ലെങ്കിൽ വീരാരാധനയോ ഒന്നുമല്ല അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ സൃഷ്ടിച്ചത്. അത് മാനവികതയാണ്, മനുഷ്യത്വമാണ്, തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ വരേണ്ട മാറ്റത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ നിന്ദിതരുടെ, പീഡിതരുടെ, ചൂഷിതരുടെ, പാർശ്വവൽകൃതരുടെ അവർക്കുള്ള ഉയർച്ച, അവരെ ഉയർത്തുകയാണ് ഞാനെന്ന മനുഷ്യന്റെ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതൊരു മിഷനായി നിയോഗമായി ഏറ്റെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ആ ഒരു എന്താ പറയാ മനസ്സുണ്ടല്ലോ. ഇപ്പോഴും ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും ആദ്യം എന്തായിരുന്നു ആ മനസ്സിലുണ്ടായിരുന്നത്, അത് ഇപ്പോഴും നിലനിർത്തുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ ആ ഒരു ആർജവമാണ് ജി സുധാകരനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാക്കുന്നത്. ആ പ്രിയപ്പെട്ടവനാക്കുന്നത് പാർട്ടി നേതൃത്വത്തെ അടക്കം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടോ? അതിനപ്പുറത്തുള്ളൊരു ആലപ്പുഴ ജില്ലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി മാത്രമാണോ ഇതിനെ കാണേണ്ടത് എന്നുള്ളതായിരുന്നു സംശയം. അടുത്ത ഘട്ടത്തിൽ ഇടവേളയ്ക്ക് ശേഷം ശ്രീ ജയചന്ദ്രനിൽ നിന്ന് ആ മറുപടി കൂടി പ്രതീക്ഷിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഇടവേളയിലേക്ക്.